ഇവിടങ്ങളിൽ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. ശ്രുതി അല്പസമയം മുൻപ് ഇവിടെ എത്തി. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ശ്രുതി എത്തിയത്. ശ്രുതി നേരത്തെ തന്നെ ഇവിടേക്ക് എത്തും, പ്രത്യേകമായി സജ്ജീകരിച്ച ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാം ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ഇവിടേക്ക് ശ്രുതി എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ശ്രുതി എത്തുമ്പോൾ അവിടെയുള്ള തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ ഈ പ്രത്യേകമായി സജ്ജീകരിച്ച ഈ പോളിംഗ് ബൂത്തുകളിൽ നേരത്തെ തന്നെ വോട്ട് വണ്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ളവർ, വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവരെല്ലാം, താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി എത്തിയവരെല്ലാം പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ഉച്ചയോടുകൂടി തന്നെ ആ പോളിംഗ് ബൂത്തിൽ തിരക്ക് ഏതാണ്ട് നന്നായി കുറയുകയും ചെയ്തു. ഏതായാലും പോളിംഗ് ശതമാനത്തിൽ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഒരു രീതിയിലാണ് ഇവിടെ പോളിംഗ് പുരോഗമിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ഇവിടങ്ങളിൽ എത്തുന്നവരെല്ലാം വലിയ ദുഃഖത്തിലാണ്. ശ്രുതിയും ആ ഒരു കഠിന വേദന മറികടന്നാണ് ഒരു സാധാരണ നിലയിലേക്ക്, ഒരു സാധാരണ ജീവിതത്തിലേക്ക് മെല്ലെ പ്രവേശിക്കുന്നത്. ശ്രുതിയുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ മഹാദുരന്തത്തിൽ അകപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടായിരുന്നതിനാലാണ് ശ്രുതി ആ ദുരന്തത്തിൽ അകപ്പെടാതിരുന്നത്. എന്നാൽ വലിയ ദുഃഖകരമായി അവരുടെ കുടുംബത്തിലെ കുടുംബവും ബന്ധുക്കളുമെല്ലാം ഈ ദുരന്തത്തിൽ അകപ്പെട്ടു. അവരുടെ ഒപ്പമുള്ള സമീപ വീടുകളിലുള്ളവരെല്ലാം, ഈ ചൂരൽമലയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം, ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം, കൂട്ടുകാരും എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ആ ദുഃഖം മറികടന്നെത്തുന്നതിനിടെയായിരുന്നു ശ്രുതിയുടെ പ്രൊഡ്യൂസർ വരൻ ആ സമയത്ത്, ആ നിർണായകമായ ആ ഘട്ടത്തിൽ ഒപ്പം ചേർത്ത് നിർത്തുകയും ശ്രുതിക്ക് ഒപ്പം നിൽക്കുകയും അവരുടെ ഈ വേദനകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തത്. ആ സമയത്ത് പെട്ടെന്നായിരുന്നു ജെൻസൻ്റെയും വിയോഗം. നമ്മയെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത സംഭവമായിരുന്നു. കൽപ്പറ്റയിൽ വാഹനാപകടത്തിൽ അവർ സഞ്ചരിച്ചിരുന്ന, അവർ കൂട്ടുകാർക്കൊപ്പമെല്ലാം സഞ്ചരിച്ചിരുന്ന, കുടുംബാംഗങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസ്സിൽ ഇടിച്ച് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ടായി. ആ വാനിൽ ശ്രുതി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ശ്രുതിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ജെൻസൺ വെന്റിലേറ്ററിലായിരുന്നു മേപ്പാടിയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ. എല്ലാ പ്രതീക്ഷകളും നമുക്കുണ്ടായിരുന്ന ആ ഘട്ടത്തിലെല്ലാം. എന്നാൽ ജെൻസൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വെന്റിലേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെല്ലാം അവസാനിച്ചു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ വേദനയിലൂടെയാണ് ശ്രുതി കടന്നു പോയതെന്ന് നമുക്കറിയാം. നമുക്ക് കണ്ടതാണ് അതെല്ലാം. ആ ഘട്ടങ്ങളെല്ലാം പിന്നിട്ട് ശ്രുതിക്ക് ഉൾപ്പെടെ വീടും അതുപോലെ തന്നെ അവർക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും സർക്കാർ ഇടപെട്ട് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയുണ്ടായി. ശ്രുതിക്ക് പ്രത്യേക അവരുടെ കുടുംബത്തെയെല്ലാം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുമാത്രമല്ല, ശ്രുതിക്ക് സർക്കാർ ജോലി ഉൾപ്പെടെ സർക്കാർ പ്രഖ്യാപിക്കുകയും മന്ത്രിസഭാ തീരുമാനങ്ങളിൽ വരെ അത് ഉൾപ്പെടുത്തിക്കുകയും ചെയ്തു. ആ വിധത്തിൽ, എല്ലാ വിധത്തിലും ശ്രുതിക്കൊപ്പം നിൽക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അതോടൊപ്പം ദുരന്തബാധിതർക്കൊപ്പമെല്ലാം ആ വിധത്തിൽ ഒപ്പം നിന്ന സമീപനവും, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സഹായവുമെല്ലാം ഏറെ ചർച്ച ചെയ്തെല്ലാമാണ്. ഏതായാലും ശ്രുതി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകമായി അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥർ. അതിനുശേഷം ശ്രുതി ഇപ്പോൾ ഈ